കർമ്മലമാതാവേ, നിൻ കരവലയം അമ്മത്തൊട്ടി അമ്മത്തൊട്ടി അമ്മത്തൊട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ നൊവേന പ്രാർത്ഥനയുടെ 5-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 1251 ജൂലൈ മാസം 16-ാം തീയതി വലിയ പ്രതിസന്ധിയിൽ അവസാനത്തിലെത്തുമെന്ന അവസ്ഥയിലായിരുന്ന കർമ്മല മക്കൾക്ക് സംരക്ഷണമായി, സഹായമായി പരിശുദ്ധ അമ്മ കടന്നു ചെന്നു. പരിശുദ്ധ അമ്മയുടെ തിരുവസ്ത്രം അമ്മ അന്ന് നൽകുകയുണ്ടായി. കർമ്മലോത്തരീയം. വേദനകളിൽ, ഒറ്റപ്പെടലിൽ, നാശത്തിൽ ഈ തിരുവസ്ത്രം സംരക്ഷണമായി നിലകൊള്ളുന്നു. ഏശയ്യാ പ്രവചനം 61:10 തിരുവചനം: എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് നീതിയുടെ ഉടയാടകൾ കൊണ്ട് എന്നെ അണിയിക്കുകയും രക്ഷയുടെ മേലങ്കി കൊണ്ട് എന്നെ ധരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ഉടയാട, നീതിയുടെ മേലങ്കി, അതാണ് പരിശുദ്ധ അമ്മയുടെ ഈ തിരുവൊത്തിരിയും. അത് തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ തിരുവസ്ത്രം എന്നും മരണസമയത്തും അതിനുശേഷവും എല്ലായ്പ്പോഴും ശരീരത്തിൽ ധരിക്കുവാൻ ഞങ്ങൾക്കായി മാധ്യസ്ഥ്യം യാചിക്കണമേ. ഒരത്ഭുതം വിവരിക്കാം. അയർലൻഡിലെ ഒരു കൊച്ചു ഗ്രാമം. 3 കൊച്ചുകുട്ടികൾ കളിയെന്നോണം ഒരു ചെറുവഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. ഒരു കൊച്ചു നദിയാണ്. കളിക്കിടയിൽ അതിലേറ്റവും ചെറിയ ബാലൻ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടു പോകുന്നു. അവൻ്റെ കഴുത്തിലൊരു ഉത്തരീയമുണ്ടായിരുന്നു. ഒരത്ഭുതം. അവൻ അമ്മേ എന്ന് വിളിച്ചപ്പോൾ നദിയുടെ അടിയിൽ നിന്നും പരിശുദ്ധ അമ്മ അവനെ കോരിയെടുത്ത് ആ കൊച്ചു തോണിയിൽ ചേർത്ത് വെച്ചു. പിന്നീട് അവർ തീരമണഞ്ഞപ്പോൾ ഒരു കാര്യം മാത്രം ഇവർ ശ്രദ്ധിച്ചു. അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഉത്തരീയത്തിൻ്റെ ചരട് നനഞ്ഞിരുന്നു. എന്നാൽ ആ ചീള്, ആ പ്രധാന ഭാഗം, അത് നനഞ്ഞിരുന്നില്ല. ആ ഭാഗത്തിൻ്റെ പ്രസക്തിയെ പരിശുദ്ധ അമ്മ കാട്ടിക്കൊടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, എന്നും അമ്മയുടെ സംരക്ഷണമായ ഈ തിരുവൊത്തിരിയം, ഈ രക്ഷാകവചം ധരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നൊവേന പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 5-ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സുന്ദര സ്നേഹത്തിൻ്റെ മാതാവേ, അമ്മയുടെ നന്മയാൽ അമ്മയുടെ മക്കളെന്ന നിലയിൽ കാർമലിൻ്റെ ആത്മാവിൽ ജീവിക്കുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. പുരാതന കാലത്തെ ഏലിയാവിനെ പോലെ പ്രാർത്ഥനാപൂർവം ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഞങ്ങളുടെ വിളിയെ ഓർമ്മിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ.